കോട്ടൂർ യു പി സ്കൂൾ ഞാൻ പഠിച്ച സ്കൂളാണിത്. 55 മുതൽ 962 വരെ പ്രാഥമിക വിദ്യാഭ്യാസം നടന്നത് ഈ കോട്ടൂർ യു പി സ്കൂളിലാണ്. അന്ന് ഇത്രയൊന്നും സ്കൂൾ നന്നായിട്ടുണ്ടായിരുന്നില്ല. ആദ്യ കാലഘട്ടത്തിൽ ഞങ്ങൾ പഠിത്തം തുടങ്ങിയ കാലത്ത് ശരിക്കിത് ഓലപ്പുരയായിരുന്നു. അങ്ങനെ ഓലപ്പുരയായിരുന്ന അതിനിടയിൽ ഒരു തവണ കാറ്റിൽ ഈ സ്കൂൾ തകർന്നു വീണിട്ടുണ്ട്. അങ്ങനെ തകർന്നു വീണതിന് ശേഷം ഞങ്ങൾ ഈ വയലിൻ്റെ അക്കരെയുള്ള ഒരു മഠമുണ്ട്, നെയ്യമൃത മഠം. ആ മഠത്തിലാണ് കുറേ കാലം പഠിച്ചിരുന്നത്. പിന്നീട് നാട്ടുകാരെല്ലാവരും കൂടി വളരെയധികം സംഘടിച്ച് അവർ സ്വയം പ്രവർത്തിച്ച് ഈ തകർന്ന സ്കൂൾ വീണ്ടും പുനർനിർമ്മിച്ചു. അങ്ങനെ ഈ പ്രദേശത്തുള്ള ആളുകളുടെ വളരെയധികം വലിയ സഹകരണത്തോടു കൂടിയിട്ടാണ് ഈ സ്കൂളിൻ്റെ പ്രവർത്തനം നടന്നിരുന്നത്. ഇവിടെ വാസ്തവത്തിൽ ഈ കളിച്ച് വളർന്നത് ഈ സ്കൂളിൻ്റെ മുറ്റത്താണ്. തികച്ചും ഗ്രാമീണമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ വളരെ സ്നേഹശീലരായിട്ടുള്ള അധ്യാപകരാണ് അന്നുണ്ടായിരുന്നത്. ഇന്നും അങ്ങനെ തന്നെ നല്ല ഊഷ്മളമായ അധ്യാപക വിദ്യാർത്ഥി ബന്ധമുണ്ടായിരുന്നു. അതായത് ഒരു കുടുംബത്തിലെ ഒരു സ്വന്തം വീട്ടിലെ കുട്ടികളെ എങ്ങനെയാണോ കണക്കാക്കിയിരുന്നത് അതേ രീതിയിലാണ് അന്നത്തെ കാലത്ത് അധ്യാപകന്മാർ കുട്ടികളെ കണക്കാക്കിയിരുന്നത്. ഇപ്പോൾ ഒരു കുട്ടി സ്കൂളിൽ വന്നില്ലെങ്കിൽ എന്താണ് കാരണമെന്ന് അന്വേഷിക്കും. ആ കുട്ടി പനിച്ചു കിടക്കുകയാണെങ്കിൽ അധ്യാപകന്മാർ ആ കുട്ടിയുടെ വീട്ടിൽ പോയി രോഗവിവരങ്ങൾ അന്വേഷിക്കും. ഇങ്ങനെ എനിക്ക് തന്നെ അനുഭവമുണ്ട്. ഞാൻ സോമില്ലാതെ വീട്ടിൽ കിടന്നിരുന്ന സമയത്ത് എൻ്റെ ക്ലാസ് ടീച്ചർ, അതുപോലെ ഇവിടുത്തെ പ്രധാന അധ്യാപകൻ, അവരൊക്കെ അസുഖവിവരം അന്വേഷിക്കുന്നതിന് വേണ്ടി വീട്ടിൽ വരികയും അന്വേഷിക്കുകയും ഒക്കെ ചെയ്തിരുന്ന അത് വളരെയധികം ഊഷ്മളമായിട്ടുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ബന്ധം അന്ന് അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ വാസ്തവത്തിൽ വളരെ ഗംഭീരമായിട്ടുള്ള കളികൾ, പ്രധാനമായിട്ടും ഞങ്ങൾ കുട്ടികൾ കള്ളനും പോലീസും കളിക്കും. കള്ളനും പോലീസും കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്നത്തെ ഒരു വലിയ കളിയാണ്. ആ കളി ഈ മുറ്റത്തുനിന്ന് തുടങ്ങുമെങ്കിലും ഈ കള്ളനെ പിടിക്കാൻ വേണ്ടി പോലീസ് ഓടുന്നത് ഏതാണ്ട് ഈ നാട്ടിലെ ഗ്രാമം മുഴുവനും ഊടുവഴികളിൽ കൂടി, അതുപോലെ പിന്നെ തോട് ചാടിക്കടന്ന് പറമ്പ് ചാടിക്കടന്ന് അങ്ങനെ വളരെ ഗംഭീരമായ തോതിലാണ് നാട് മുഴുവൻ ഓടി നടന്നിട്ടാണ് കള്ളനെ പിടിക്കുകയും കൊണ്ടുവരികയും ഒക്കെ ചെയ്യുക. ഇങ്ങനെ കള്ളനും പോലീസും കളിക്കുക, അതുപോലെ പന്ത് കളിക്കുക. പിന്നെ കബഡി കളി അത്ര അന്ന് കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ലെങ്കിൽ വല്ലപ്പോഴും ഉണ്ടായിരുന്നു. കോട്ടൂർ പൊതുജന വായനശാല ഈ ഗ്രാമത്തിലെ വിജ്ഞാനത്തിൻ്റെ വെളിച്ചം പകർന്നു കൊടുക്കുന്ന ഒരു പ്രധാന സ്ഥാപനമായിട്ട് മാറിയിരിക്കുകയാണ്. ഇത് ശരിക്കും 1968 തുടങ്ങിയത്. ആ തുടങ്ങിയ സമയത്ത് ആദ്യത്തെ ഈ വായനശാലയുടെ സെക്രട്ടറിയാണ് ഞാൻ. ഇവിടെ വാസ്തവത്തിൽ ഒരു ഉയർന്ന മണ്ണ് കുന്നുകൂടി കിടക്കുന്ന ഒരു പ്രദേശമായിരുന്നു. ഇത് ഉയർന്ന പ്രദേശമായിരുന്നു ഈ വായനശാല നിൽക്കുന്ന സ്ഥലം. ഇപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെയുള്ള ശ്രീ ശങ്കരൻ നായർ, അദ്ദേഹമാണ് ഈ വായനശാലയുടെ സ്ഥലം സംഭാവനയായിട്ട് നൽകിയത്. ഞാൻ തുടങ്ങിയ കാലത്ത് ഇവിടെ ഇത്തരത്തിൽ ധാരാളം പുസ്തകങ്ങളൊന്നുമില്ല. അന്ന് തുടങ്ങുന്ന സമയത്ത് ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ പ്രദേശത്തെ ആളുകളുടെ, യുവാക്കളുടെ ഒരു ഉത്സാഹത്തിൻ്റെ ഫലമായിട്ടങ്ങ് തുടങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് ഒരു നല്ല നിലയിലുള്ള ഒരു വായനശാലയായിട്ട് അതിനെ വളർത്തിയെടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഇന്നത്തെ പുതിയ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാർ നടത്തുന്നു. ഇപ്പോഴീ പുതിയ സെക്രട്ടറി ശ്രീ കൃഷ്ണൻ, അതുപോലെ ഇവിടെ സഹായിക്കുന്ന നിരവധി ആളുകളുണ്ട്. അവരെല്ലാവരും കൂടി ഇപ്പോൾ സാമാന്യം ഒരു ഭേദപ്പെട്ട നിലയിലേക്ക് ഇപ്പോഴീ വായനശാലയെ വളർത്തിയെടുത്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കോട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രം വളരെ പുരാതനമായിട്ടുള്ളൊരു ക്ഷേത്രമാണ്. ചെറുപ്പകാലത്ത് ഞങ്ങൾ ഈ ക്ഷേത്രങ്ങളിൽ സാധാരണ വരാറുള്ളതാണ്. അന്നൊക്കെ ഇത്രയധികം പുരോഗമനമൊന്നും ഉണ്ടായിട്ടില്ല. എങ്കിലും ഈ നാട്ടിൽ ശ്രീകണ്ഠപുരത്തെ സംബന്ധിച്ചിടത്തോളം ഈ കോട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രം എന്നുള്ളത് വളരെ ഏറെ പ്രാധാന്യമുള്ള, വളരെ ബന്ധപ്പെട്ടിട്ടുള്ളൊരു ക്ഷേത്രമാണിത്. ഈ പഴയ കാലത്ത് നിത്യനിദാന പൂജകളൊക്കെ കുറവാണെങ്കിലും ജനങ്ങൾക്ക് വളരെയധികം വിശ്വാസവും ഒക്കെയുള്ള ഒരു ആരാധന കേന്ദ്രമാണിത്. അടുത്ത കാലത്താണ് ഈ ക്ഷേത്രം വളരെ നന്നായിട്ട് പുനരുദ്ധരിക്കപ്പെട്ട് ഇന്നത്തെ ഈ നിലയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇത് കണ്ണേട്ടൻ, കടച്ചിക്കണ്ണൻ എന്നാണ് ഞാൻ അറിയപ്പെടുക. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു സ്വാധീനം ചെലുത്തിയിട്ടുള്ള പ്രധാന വ്യക്തിയാണ് കണ്ണേട്ടൻ.
രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായി മാറുന്ന സംഭവം എന്ന് പറയുന്നത് ഞാൻ മുഴുവൻ സമയം പ്രവർത്തകനാകാൻ തീരുമാനിച്ചതാണ്. ആ മുഴുവൻ സമയം പ്രവർത്തകനാവാനുള്ള ഒരു പ്രചോദനം നൽകിയത് അന്ന് കണ്ണൂർ ജില്ലയുടെ ഭാരതീയ ജനസംഘത്തിൻ്റെ സംഘടനാ സെക്രട്ടറിയായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ശ്രീ കണ്ണട്ടനാണ്. കണ്ണട്ടൻ ആ കാലഘട്ടത്തിൽ കൂടെ ശ്രീകണ്ഠപുരത്ത് ഞങ്ങളുടെ ആ പ്രദേശത്ത് യാത്ര ചെയ്ത് വരാറുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ സന്ദർശനം നടത്താറുണ്ട്. എൻ്റെ പ്രായത്തിലുള്ള ആ പ്രദേശത്തുള്ള ചെറുപ്പക്കാരുമായി ഭാരതീയ ജനസംഘത്തിൻ്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി നിരന്തരമായിട്ടുള്ള ബന്ധം വെക്കാറും അതുപോലെ ആ ഭാഗങ്ങളിൽ നിരന്തരമായിട്ട് യാത്ര ചെയ്യാറുമുണ്ട്. ജനസംഘത്തിൻ്റെ മുഴുവൻ സമയ പ്രവർത്തകനായി മാറണം എന്നുള്ള ഒരു പ്രേരണ അത് തന്നത് ശ്രീ കണ്ണട്ടനാണ്. അങ്ങനെ മുഴുവൻ സമയം പ്രവർത്തകനായി മാറിയതിൻ്റെ ഫലമായിട്ടാണ് രാഷ്ട്രീയ രംഗത്ത് ഇന്ന് എനിക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ള നേട്ടങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. അന്നത്തെ കാലത്ത് ഭാരതീയ ജനസംഘത്തിൻ്റെ മുഴുവൻ സമയം പ്രവർത്തനമാകുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സാഹസികമായൊരു പ്രവർത്തനമാണ്. കാരണം അന്ന് വലിയ സ്വീകാര്യത ജനങ്ങളുടെ ഇടയിൽ ജനസംഘത്തിനുണ്ടായിരുന്നില്ല. ജനങ്ങൾ വളരെ സംശയത്തോടുകൂടി അധിക്ഷേപത്തോടു കൂടിയാണ് ജനസംഘത്തെ ആ കാലത്ത് നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെയുള്ള പ്രതികൂലമായ ഒരു കാലാവസ്ഥ ഉണ്ടായിരുന്ന സമയത്താണ് ജനസംഘത്തിൻ്റെ മുഴുവൻ സമയം പ്രവർത്തകനായ കണ്ണട്ടൻ പ്രവർത്തിച്ചത്. ജില്ലാ സംഘടനാ സെക്രട്ടറിയായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചത്. ആ ജില്ലാ സംഘടനാ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന സമയത്ത് വളരെ ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പ്രവർത്തനമാണ്. കാരണം ഈ പുതിയ തലമുറയെ ഈ മുഴുവൻ സമയം പ്രവർത്തന രംഗത്തേക്ക് എങ്ങനെയാണ് റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവരേണ്ടത് എന്നുള്ള ഒരു കാഴ്ചപ്പാട് എപ്പോഴും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഞങ്ങളെ കണ്ടെത്തിയത്. അങ്ങനെയാണ് ഒരു RSSൻ്റെ OTC ക്യാമ്പിലേക്ക് അയച്ചതും തുടർന്ന് സംഘത്തിൻ്റെ മുഴുവൻ സമയ പ്രവർത്തകനായതും പിന്നീട് ഭാരതീയ ജനസംഘത്തിലേക്ക് വന്നതുമൊക്കെ അങ്ങനെ ഒരു പ്രക്രിയ. അതിൻ്റെ ഒരു പ്രേരണ കേന്ദ്രമായിട്ട് പ്രവർത്തിച്ചത് ശ്രീ കണ്ണട്ടനാണ്. ശ്രീകണ്ഠപുരത്ത് പത്മനാഭൻ്റെ അമ്മാവൻ്റെ റേഷൻ ഷാപ്പിൽ പണിയെടുക്കുക. റേഷൻ ഷാപ്പ് മാനേജ് ചെയ്യുന്നു വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം. അപ്പോഴേക്കും കൊല്ലം 67-68 നമ്മൾ കണ്ണുവെച്ചിട്ടുള്ള ആൾക്കാരെ കാണണം എന്നുള്ള നിലവാരത്തിൽ ശ്രീകണ്ഠപുരം പോയി പത്മനാഭനെ കണ്ടു, സംസാരിച്ചു, അവിടെ താമസിച്ചു. അങ്ങനെ ഇടയ്ക്കിടയ്ക്കേ പോയി പത്മനാഭൻ്റെ അച്ഛനുമായി സംസാരിക്കാൻ ഇരുന്നു. രാത്രി കൂടുതൽ സംസാരിക്കും. അയാളും വളരെ രസകരമായിട്ട് സംസാരിക്കും. അത് എല്ലാ കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കി. 5 ആമക്കളുണ്ട്. ഈ 5 ആമക്കളിൽ പത്മനാഭൻ്റെ ജ്യേഷ്ഠൻ കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന ആളാണ്. പത്മനാഭൻ വിദ്യാഭ്യാസം കഴിഞ്ഞു. പത്മനാഭൻ്റെ അനിയന്മാരും എല്ലാം വിദ്യാഭ്യാസമുണ്ട്, ഏട്ടൻ വിദ്യാഭ്യാസമില്ല. അപ്പോൾ പത്മനാഭനെ സംബന്ധിച്ച് പത്മനാഭൻ റേഷൻ ഷാപ്പ് മാനേജറാണ്. ഇപ്പോൾ അവിടുത്തെ വീട്ടിനെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ പത്മനാഭൻ എനിക്ക് കിട്ടണം. എൻ്റെ ഐഡിയ മുഴുവൻ അതാ. അപ്പോഴേക്കും കണ്ണൂർ ജില്ലക്ക് മാരാർജി സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ട് പോയി. അപ്പോൾ കണ്ണൂർ ജില്ലാ സംഘടനാ സെക്രട്ടറി ആയിട്ട് ഞാനായി. അപ്പോൾ കണ്ണൂർ ജില്ലയിൽ എല്ലാ മണ്ഡലത്തിലും ഓരോ ഫുൾ ടൈം വർക്കേഴ്സിനെ എങ്ങനെയെങ്കിലും കിട്ടാൻ നോക്കണം എന്നുള്ള ധാരണയിൽ ഞാനങ്ങനെ ഓരോ ഭാഗത്ത് പോയാലും പ്രവർത്തനം നടക്കാം. ഇങ്ങനെയുള്ള ആളുകളെ കണ്ടുപിടിച്ച് സംസാരിക്കൽ. അപ്പോൾ പത്മനാഭന് ഇടയ്ക്കിടയ്ക്കേ പോവും, സംസാരിക്കും, വീട്ടിൽ പോവും, സംസാരിക്കും. അങ്ങനെ പത്മനാഭനെ എങ്ങനെയെങ്കിലും നമുക്ക് ഫുൾ ടൈം വർക്കായി കിട്ടണമെങ്കിലും ഈ കിട്ടുന്നതിന് മുമ്പേ കൂടുതൽ പത്മനാഭൻ്റെ ഉള്ളിൽ നമ്മുടെ സംഘത്തിൻ്റെ കാര്യങ്ങൾ നടക്കണം. പത്മനാഭനെ OTCക്ക് പോകാൻ പ്രേരിപ്പിക്കുകയും അങ്ങനെ ശാഖയിൽ വെച്ച് ശാഖകളിലെ ഉത്തരവാദപ്പെട്ടവരോട് അതിന് വേണ്ടുന്ന സഹായങ്ങൾ, അതായത് അവിടെ വേണ്ടുന്നത് 2 സെറ്റ് യൂണിഫോം വേണം, ബെൽറ്റ്, ക്യാപ്പ് എല്ലാം വേണം. അപ്പോൾ അതെല്ലാം സംഘടിപ്പിക്കുകയും പോകാനുള്ള ചെലവിനെ സംബന്ധിച്ചും എല്ലാം തന്നെ അവരെ പ്രേരിപ്പിച്ച് അങ്ങനെ OTCക്ക് പത്മനാഭൻ പോയി. ഭാര്യ വീണ പള്ളിയത്ത്, മൂത്ത മകൾ പ്രിയങ്ക BA സെക്കൻഡ് ഇംഗ്ലീഷ് മെയിന് SM കോളേജിൽ പഠിക്കുകയാണ്. ഇത് ഇളയ മകൾ ശ്രീപ്രിയ, ഇവൾ 9ൽ പഠിക്കുന്നു. ഇവിടെ അഴീക്കോട് സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. വീണ
യഥാർത്ഥത്തിൽ എൻ്റെ രാഷ്ട്രീയമൊന്നും ആയിരുന്നില്ല. അവർ പരമ്പരാഗതമായിട്ട് ഈ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടവരാണ്. ഇവർ നമ്മളെ PR കുറുപ്പിൻ്റെ മരുമകൻ ശങ്കരൻകുട്ടി കുറുപ്പ് എന്ന് പറയും, അദ്ദേഹത്തിൻ്റെ മകളാണ്. അപ്പോൾ ഈ ശങ്കരൻകുട്ടി കുറുപ്പ് ആ പ്രദേശത്തെ ചെമ്പിലോടെ ഒരു ശക്തനായ കോൺഗ്രസിൻ്റെ ആളായിരുന്നു. കോൺഗ്രസ്സുകാർക്കെല്ലാം വളരെ സുപരിചിതനായിരുന്ന ഒരു വളരെ പ്രബലനായിട്ടുള്ള കോൺഗ്രസ്സുകാരനാണ് അദ്ദേഹം, അറിയപ്പെടുന്ന കോൺഗ്രസ്സുകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾ എന്നുള്ള നിലയിൽ പൊതുവേ അവരുടെ ഫാമിലി കോൺഗ്രസ്സിനോട് ചായ്വുള്ള ഒരു കോൺഗ്രസ് രീതിയിലുള്ള ഒരു രാഷ്ട്രീയ മനോഭാവമാണ് അവർക്കുള്ളത്. ഞാൻ കല്യാണം കഴിക്കുമ്പോഴൊക്കെ അത് അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഒരു BJP ആയി എന്ന് ഉറപ്പിച്ച് പറയാനൊന്നും ഞാൻ തയ്യാറല്ല. പക്ഷേ BJPയോട് ഒരു ചെറിയ അനുഭാവം ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലാണ് അവരുടേതായിട്ടുള്ള രാഷ്ട്രീയം. പക്ഷേ ഞാനൊരു മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഈ ഭാര്യയുടെ പിന്തുണയും സഹകരണവും ഇല്ലെങ്കിൽ ആ പ്രവർത്തനം ഒരിക്കലും വിജയിക്കില്ല. ആ പിന്തുണയും സഹകരണവും എനിക്ക് വേണ്ടത്ര കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് രാഷ്ട്രീയ രംഗത്ത് പടവുകൾ കയറി മുന്നോട്ട് പോകാനും വിജയം വരിക്കാനൊക്കെ എനിക്ക് കഴിഞ്ഞിട്ടുള്ളത് ആ ഒരു പിന്തുണയും സഹകരണവും വീട്ടിൽ കിട്ടുന്നതുകൊണ്ടാണ്. എങ്കിലും വീട്ടിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളും പരാതികളും പരിഭവങ്ങളും ഒക്കെ തീർച്ചയായിട്ടും ഉണ്ട്, അതില്ലെന്നല്ല. അതുണ്ടെങ്കിലും ഏതാണ്ട് ഒരു അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ആണ് മുന്നോട്ട് പോകുന്നത്. ഈ പ്രിയങ്കക്ക് അങ്ങനെ പ്രത്യേകിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയമൊന്നും ഇല്ല. കോളേജിലൊക്കെ പോകുന്നുണ്ടെങ്കിലും കോളേജിൽ എല്ലാ ദിവസവും സമരം വന്നാൽ തിരക്കേടില്ല എന്നുള്ളൊരു അഭിപ്രായമാണ് അവർക്കുള്ളത്. അത് SFIയുടെ സമരമായാലും തിരക്കേടില്ല, ABVPയുടെ ആയാലും തിരക്കേടില്ല, KSUവിൻ്റെ ആയാലും തിരക്കേടില്ല. 3 പ്രധാനപ്പെട്ട എല്ലാ ദിവസവും സമരം ഉണ്ടെങ്കിൽ കോളേജ് വിട്ട് ഇങ്ങനെ വീട്ടിലൊക്കെ വന്ന് നടക്കുക എന്നുള്ളതാണ്. ശ്രീപ്രിയയുടെ ഒരു സ്വഭാവം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇവൾ ഒരിക്കൽ SFIയുടെ ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ചെയ്തിട്ടുണ്ട്. അത് ആ സ്ഥാനാർത്ഥിയുടെ ഒരു പ്രത്യേകത കൊണ്ടാണെന്നാണ് അവൾ പറയുന്നത്. പ്രത്യേകിച്ചിട്ട് അങ്ങനെ ഒരു രാഷ്ട്രീയ ചായ്വൊന്നും അവർക്ക് വന്നിട്ടില്ല, അതിനുള്ള അവസരമായിട്ടില്ല. കാരണം കുറച്ച് കലാരംഗത്തൊക്കെ കുറച്ച് അവർ ഇപ്പോൾ ശ്രദ്ധിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കലാപരമായ കഴിവുകളുണ്ട്, അതവർ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധയോടുകൂടി ആ രംഗത്ത് നിൽക്കുന്നുണ്ട്.